CJP സമരം വിജയിപ്പിക്കാനായിട്ട് നിരാഹാര സമരം കിടന്ന കേന്ദ്ര ബിന്ദു സോനം വാങ്ചുങ് ആയിരുന്നു. വിദ്യാഭ്യാസ പ്രവർത്തകൻ. സോനം വാങ്ചുങ്ങിൻ്റെ ഭാര്യ ഗീതാഞ്ജലി വാങ്മെ. അവരാരാണ് എന്നാണ് ഇപ്പം സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നത്. കാരണം അവർ ജൂലൈ 25 ഒരു ഞെട്ടിപ്പിക്കുന്ന പോസ്റ്റ്, ഒരു ട്വീറ്റ് എക്സിൽ പങ്കുവെക്കുകയുണ്ടായി. അതിലവർ പറഞ്ഞത് ഇന്ത്യ ഒരു വിശ്വഗുരു ആകുക എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം ആരെങ്കിലും തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജൻസി തലമുറയാണ്. അവർ സനാതന ധർമ്മം പ്രസംഗിക്കുകയല്ല, മറിച്ച് ജീവിതത്തിൽ പകർത്തിയാണ് കാണിച്ചത്. വെറുപ്പില്ലാത്ത ധൈര്യം, അക്രമരഹിതമായ കരുത്ത്, അന്ധമായ അനുസരണമില്ലാത്ത ദേശസ്നേഹം, ഇതാണ് അവരുടെ മുഖമുദ്ര. ആരുടെ? കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വേണ്ടിയിട്ട് സമരത്തിലിറങ്ങിയ കൂറകളുടെ മുഖമുദ്ര ഇതാണെന്നാണ് ഗീതാഞ്ജലി വാങ്മെ, സോനം വാങ്ചുങ്ങിൻ്റെ ഭാര്യ പറയുന്നത്. രണ്ടാമത്തെ ഭാര്യ ലോകമെമ്പാടുമുള്ള തങ്ങളുടെ സമപ്രായക്കാരിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം രാജ്യത്തെ അഗ്നിക്കിരയാക്കാതെ തന്നെ അനീതിക്കെതിരെ ഉറച്ചു നിൽക്കാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു. ഹിന്ദുത്വം, ദേശീയത, വിശ്വഗുരു എന്ന പദവിയുടെ യഥാർത്ഥ അർത്ഥം എന്നിവയെക്കുറിച്ച് ഈ യുവ ഇന്ത്യക്കാരിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ ഹിന്ദു ദേശീയവാദ പാർട്ടിക്ക് ഒരു പക്ഷേ സമയമായിരിക്കുന്നു. പറയുന്നത് ഗീതാഞ്ജലി വാങ്മയാണ്. ഇത് മാത്രമല്ല, ഇവർ ഈ രീതിയിലുള്ള പല പരാമർശങ്ങളും ഇത് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം വലിയ വിമർശനമാണ് ഇടത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ലെഫ്റ്റ് പൊളിറ്റിക്സ് ഉൾക്കൊള്ളുന്ന ആളുകളൊക്കെ ഇവർക്ക്. ഇപ്പോൾ വായിച്ച ജൂലൈ 25 പോസ്റ്റ്, അതിൽ ജൻസി പ്രക്ഷോഭത്തെ സനാതന ധർമ്മമായിട്ട് അവർ കാണുന്നു. ഹിന്ദു ദേശീയ പാർട്ടികളിൽ ഇവരിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് ഗീതാഞ്ജലി വാങ്മെ പറയുന്നു. ഇടത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ കുറേയധികം മറ്റ് ചില ആളുകൾ ഒക്കെ അതിനൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവർ വിമർശനവുമായിട്ട് ട്രോളുമായിട്ട് രംഗത്ത് വന്നു. അപ്പോൾ ജൂലൈ 26 മറ്റൊരു ഇത് മറുപടിയായിട്ട്, ഈ ട്രോളിനൊക്കെ മറുപടിയായിട്ട് അവർ മറ്റൊരു പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: മതത്തെയും ആത്മീയതയെയും തമ്മിൽ തുലനം ചെയ്യുന്നത് അവസാനിപ്പിക്കുക. മതം അനുയായികളെ തേടുന്നു, ആത്മീയതയാകട്ടെ വ്യക്തിപരമായ പരിവർത്തനത്തെയും. വ്യക്തിത്വം, അധികാരം, നിയന്ത്രണം എന്നിവ നിർവചിക്കുന്ന ഒരു സ്ഥാപനമാണ് മതം. എന്നാൽ ഓരോ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും പ്രകടമാകുന്ന അഗാധമായ വ്യക്തിപരമായ ഒരു ഉണർവാണ് ആത്മീയത. മതത്താൽ നയിക്കപ്പെടുന്ന രാഷ്ട്രീയം ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു. പ്ലീസ് നോട്ട് ദ പോയിന്റ്. മതത്താൽ നയിക്കപ്പെടുന്ന രാഷ്ട്രീയം ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു. എന്നാൽ ആത്മീയതയാൽ നയിക്കപ്പെടുന്ന രാഷ്ട്രീയം അവരെ ഒന്നിപ്പിക്കുകയും ജ്ഞാനം, കരുണ, സംയമനം, സത്യം എന്നിവയോടെ സേവനം അനുഷ്ഠിക്കുന്ന തത്വചിന്തകനായ ഭരണാധികാരി എന്ന ആദർശത്തെ ലക്ഷ്യമിടുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് അവരുടെ വലിയ 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 ആശയങ്ങളാണ് അവർ ഈ ഗീതാഞ്ജലി വാങ്മെ പറയുന്നത്. ഇത് എന്താണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്, എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ഇപ്പം രാഹുൽ ഗാന്ധി അവർ വിമർശിച്ചിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിനെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുമ്പിൽ നിങ്ങൾ നടത്തുന്ന ഈ സമരം, പ്രതിഷേധം, അത് വെറും കാപട്യമാണ്, അതിൽ യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയുമില്ല. രാഹുൽ ഗാന്ധി അവസാന നിമിഷമാണ് വന്നത്, മുതലെടുക്കാൻ ശ്രമിച്ചു. നിങ്ങൾ കുറേ കാലം അജ്ഞാതവാസത്തിലായിരുന്നില്ലേ രാഹുലെ? വിദേശത്ത് അജ്ഞാതവാസത്തിലായിരുന്നു. എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒരാളും ചോദിക്കുന്നില്ല. എന്തായിരുന്നു 2 മാസക്കാലത്തോളം വിദേശത്ത് എവിടെയായിരുന്നു രാഹുൽ? ആരാണ് രാഹുലിന് സ്റ്റേ ഒരുക്കിയത്? എവിടുന്നാണ് ഈ പണം എന്നൊന്നും ആരും ചോദിക്കുന്നില്ല. അപ്പോൾ ഈ വിമർശനങ്ങളൊക്കെ അദ്ദേഹം നേരിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അവരെയൊക്കെ വിമർശിച്ചതുകൊണ്ട് ഇപ്പോൾ സോനം വാങ്ചുങ്ങും അതോടൊപ്പം തന്നെ ഗീതാഞ്ജലി വാങ്ചുങ്ങും ഒരു RSSകാരാണ് അല്ലെങ്കിൽ സംഘപരിവാറുകാരാണ്
ഈ നമ്മളെ സോനം വാങ്ചുങ് BJPയുടെ ഏജന്റാണ് യഥാർത്ഥത്തിൽ എന്നൊക്കെയുള്ള വിലയിരുത്തൽ വരുന്നുണ്ട്. ഇവരുടെ ഈ ഒരു ആശയത്തെ എങ്ങനെ വിലയിരുത്തും? അതിന് തന്നെ പറയട്ടെ, ഗൗതത്തോട് പറയാം, ആശയത്തെ വിലയിരുത്തില്ല ആവശ്യം. അപ്പം ഇവർ പറഞ്ഞാൽ CJPക്കാർ പറഞ്ഞതിൽ കുറേ കാര്യങ്ങൾ സംഘപരിവാറിനും അല്ലെങ്കിൽ യോജിക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ ഗീതാഞ്ജലി പറഞ്ഞ കാര്യങ്ങളും കുറേ കാര്യങ്ങൾ നമുക്ക് യോജിക്കാൻ പറ്റുന്നതായിരിക്കും. അതിൻ്റെ അർത്ഥം നമ്മൾ അവർ പറയുന്നതിനെ മുഴുവൻ അംഗീകരിക്കുക എന്നുള്ളതല്ല. ഇവിടെ ബ്രാൻഡ് ചെയ്യപ്പെട്ട് കിട്ടണം, അതാണ് ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടി. ഞാനൊരു 2-2-4 പറഞ്ഞാൽ അത് ശരിയാണെന്ന് നിങ്ങൾ സമ്മതിച്ച് പോയാൽ അടുത്ത് ഞാൻ 3-2-4 പറയും. അത് സമ്മതിക്കാൻ നിങ്ങളെ ബാധ്യസ്ഥരാക്കുക. അതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്ന യുക്തി. ഇപ്പോൾ CJP സമരം ചെയ്തു, ആർക്കെതിരെ സമരം ചെയ്തു? മോഡിക്കെതിരെ സമരം ചെയ്തു. മോഡി എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്? സംഘപരിവാർ അല്ലെ ഹൈന്ദവർ സംസ്കാരത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ CJP സമരം ചെയ്ത് ആർക്കെതിരെ? ലോചിക്കാം. CJP സമരം ചെയ്ത് ഹൈന്ദവർ സംസ്കാരത്തിന് അല്ലെ മോഡിയുടെ നയങ്ങൾക്ക് എതിരെയാണെന്ന് വരുത്തുക. പക്ഷെ ഇവിടെ മോഡിക്ക് ഇതിനെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ BJP ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെ ആയിട്ട് CJP എങ്ങനെയാണ് കോൺഫ്രണ്ട് ചെയ്തത്? അതാണ് പ്രധാനം. പിന്നെ രണ്ടാമത് ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു 99% ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം, ഒരാളുടെ പേര് അവർ വിട്ടുപോയി. ഇവർ പറഞ്ഞ ഇതേ കാര്യം തന്നെ ഗാന്ധിയും പറഞ്ഞതന്നെ, അഹിംസ ലോകത്തെ പഠിപ്പിച്ചു തരാം. ലോകം മുഴുവൻ ആക്രമണ ശക്തി കൊണ്ട് അല്ലെ ടോക്കൻ ഗോളിലൂടെ അധികാരം പിടിച്ചെടുക്കണം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെ സെക്കൻഡ് വേൾഡ് വാർ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അഹിംസ പറഞ്ഞുകൊണ്ട് നടന്ന ആളാരാണ്? ഗാന്ധിയാണ്. അവിടെ സ്പിരിച്വാലിറ്റിയാണ്, അത് പൊളിറ്റിക്സ് ആക്കി മാറ്റി ആര് കൺവേർട്ട് ചെയ്തു? അതൊരു വലിയ പ്രവൃത്തിയാണ്. അതൊരു വലിയ അതിനെക്കുറിച്ച് തന്നെ ഇവരിപ്പോഴും ഇവർ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യം ഗാന്ധി പ്രാവർത്തികമാകാത്തൊരു കാര്യമുണ്ടോ? ഗാന്ധിയുടെ ജീവിതത്തിൽ ചെയ്ത കാര്യം ഏതാ? ഇപ്പം പാകിസ്ഥാന് 55 കോടി രൂപ കൊടുക്കണമായിരുന്നു. വിഭജനത്തിൻ്റെ ഭാഗമായിട്ട്, പാർട്ടീഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ പാകിസ്ഥാന് കൊടുക്കാൻ ബാധ്യതപ്പെട്ടൊരു തുകയുണ്ടായിരുന്നു. ആ തുക കൊടുക്കാൻ ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാർക്കും മടിയായിരുന്നു. അന്ന് 55 കോടി ഇന്നത്തെ ഒരു 5,50,000 കോടിക്ക് തുല്യമാണ്. ആ തുക പാകിസ്ഥാന് കൊടുക്കുന്നതിൽ എല്ലാവരും, കോൺഗ്രസ് നേതാക്കന്മാരും മറ്റ് ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാരും എല്ലാവരും എതിരായിരുന്നു. പക്ഷേ ഗാന്ധി പറഞ്ഞു കൊടുത്തേ പറ്റൂ, നമ്മൾ കൊടുക്കാൻ സമ്മതിച്ചാൽ. ഇന്ത്യ പാകിസ്ഥാന് പാർട്ടീഷൻ്റെ കോമൺസ് ആ സമയത്ത് കൊടുക്കാൻ സമ്മതിച്ചാൽ അതാണ് സഹനം. ഇവരെടുത്ത് പറയുന്നുണ്ടത്. ഒരു ആർക്കും പരിക്കേൽപ്പിക്കാതെ സമരം ചെയ്തവർ അല്ലേ, അതിനെപ്പറ്റിയാണ് പറയുന്നത്, അഹിംസ. അങ്ങനെ ലോകത്ത് നടന്നിരിക്കുന്ന ചുരുക്കം ചില സമരം. എന്താ ടിയാൻമൻ സ്ക്വയർ തൊട്ട അയൽവക്കത്തെ രാജ്യമാണല്ലോ ചൈന. ചൈനയ്ക്ക് ഒത്തിരി ആരാധകരുള്ള രാജ്യമാണല്ലോ. മാവോ സെത്തുങ്ങിന് ആരാധകരുള്ള രാജ്യമാണല്ലോ. ടെങ് സിയാവോപിങ്ങിന് ആരാധകരുള്ള രാജ്യമാണല്ലോ. ചൈനയിലെ വിദ്യാർത്ഥികൾ സമരം ചെയ്തപ്പോൾ എന്താ ഇത്? എങ്ങനെയാണ് അടിച്ചമർത്തിയത്? അവിടെ മോഡിക്ക് മാർക്ക് ചെയ്യും. മോഡി സ്വല്പം ഭേദാന്ന് പറയും. അവിടെ ഉടനെ ഞാൻ അങ്ങനെ പറഞ്ഞാൽ എന്നെ ഉടനെ സംഘപരിവാറാക്കാൻ നോക്കിയിരിക്കുന്നവരെ ഇപ്പറയുള്ളവർ ആലോചിച്ചോക്ക്. അപ്പോൾ ഈ കാപട്യത്തിൻ്റെ അംശം ഇല്ലാത്ത സമരം, കാപട്യമില്ലാത്ത സത്യസന്ധത വേണമെന്നാണ് പറയും. കമ്മിറ്റ്മെൻറ്റ് വേണം. അത് ഇവരെടുത്ത് പറയുന്നുണ്ട്. ആ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ? ചെയ്തവർക്ക്, സമരം ചെയ്തവർക്കും ഉണ്ടോ? കമ്മിറ്റ്മെൻറ്റ് ഇല്ലെന്ന് ഞാൻ പറയും. CJPക്കാർക്ക് എത്ര നാൾ വരെ കമ്മിറ്റ്മെൻറ്റ് കാണുമെന്ന് അറിയത്തില്ല. ഇത് തന്നെയായിരുന്നു ആം ആദ്മിയുടെ പുറത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. അണ്ണാ ഹസാരെ അങ്ങനെ ഒരു നിലപാടെടുത്ത ആളാണ്. ഇപ്പോൾ ഗീതാ പങ്മ എടുക്കുന്ന നിലപാട് തന്നെയായിരുന്നു അണ്ണാ ഹസാരയ്ക്ക് ഉണ്ടായിരുന്നത്. അത് ഫോളോ ചെയ്യാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിഞ്ഞോ? അത് കഴിയണമെങ്കിൽ ആ കമ്മിറ്റ്മെൻറ്റുള്ളൊരു തലമുറ കൂടെ വളർത്തിയെടുക്കണം. ഇവിടെ ഇരുന്ന് കമ്മിറ്റ്മെൻറ്റ്, പിള്ളേരുടെ ഇടയിൽ കമ്മിറ്റ്മെൻറ്റ് നടത്താൻ എന്താ ചെയ്യുന്നത്? ജോൺ ബട്ടാസിനെ കൂട്ടിക്കൊണ്ടുപോയി നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ചെഗുവേരയുടെ പോസ്റ്റർ പിടിച്ചുകൊണ്ട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ജേഴ്സി ഇട്ടുകൊണ്ട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കാം? അവരൊക്കെ ഉന്മൂലനത്തിൽ കൂടെ മാത്രം അധികാരം പിടിച്ചെടുക്കുന്ന പാർട്ടികൾ. തങ്ങളുടെ ഇവരത് പറയുന്നില്ല. അതിൻ്റെ അർത്ഥം അവരുടെ നിലപാടുകൾക്കെതിരാണ് ഇവർ. ഗീതാഞ്ജലി ഇവരുടെ നിലപാടുകൾക്കെതിരാണ്. ഇവർ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമര പരിപാടികൾക്കെതിരാണ്. CJP അല്ല പറഞ്ഞത്, CJPയെ സഹായിക്കാൻ വന്ന കക്ഷികൾക്ക്. കോൺഗ്രസിന് ചെയ്യാനും നേരത്തെ ഇല്ലേ? ഇവിടെ ഇങ്ങോട്ട് വന്നോ? ഇവിടെ PSCയുടെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരെ തെരുവിൽ കിടന്ന് തല്ലുകൊള്ളുകയും മണ്ണ് തിന്നുകയും ചെയ്തപ്പം ബ്രിട്ടാസ് ഇങ്ങോട്ട് വന്നോ? എന്താ വരാത്തെ? റഹീം ഇങ്ങോട്ട് വന്നോ? രാഹുൽ ഗാന്ധി വന്നോ? വന്നു, പിന്നെ വന്നില്ല. വയനാട്ടിൽ പോയോ? ആ സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ പോകാൻ ഇവരാരെങ്കിലും ഇല്ലായിരുന്നല്ലോ? ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇത്തരം സംഭവങ്ങളോട് പ്രതികരിക്കുമ്പോൾ എൻ്റെ സ്വാർത്ഥത വെച്ചുകൊണ്ടാണ് പ്രതികരിക്കുന്നതെങ്കിൽ, എൻ്റെ താല്പര്യങ്ങൾ വെച്ചുകൊണ്ടാണ് പ്രതികരിക്കുന്നതെങ്കിൽ ആ പ്രതികരണം ബാലിശമാണ്, അപഹാസ്യമാണ്. ഇവർ കുറേ പാഠങ്ങൾ പറയുന്നുണ്ട്. ഈ സമരം ഇതുവരെ കാണിച്ചു തന്നിരിക്കുന്നത്, ഇതുവരെ നേതാവിൻ്റെ സാന്നിധ്യത്തിലല്ല, രാഹുൽ ഗാന്ധി കൊടുത്ത ഇതിലല്ല നിർത്തിയത്, ഉപവാസം നിർത്തിയത്. മറിച്ച് ശത്രുപക്ഷത്ത് നമ്മൾ കരുതുന്ന BJP ഗവൺമെൻറ്റിൻ്റെ ഒരു മന്ത്രി കൊടുത്ത ഉപവാസത്തില അല്ലേ? ഉപവാസം നിർത്താൻ ഉപയോഗിക്കുന്ന നാരങ്ങാനീര് രാഹുൽ ഗാന്ധിയോ ബ്രിട്ടാസോ കൊടുത്തതല്ല.
അല്ലെ MA ബേബി കൊടുത്തല്ല. അതിൻ്റെ അർത്ഥം സത്യസന്ധമായി ഇവർ ഗവൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ആഗ്രഹിച്ചു, സത്യസന്ധമായിട്ട്. ആ സത്യസന്ധത പക്ഷേ ഇപ്പുറത്തുണ്ടോന്ന് അറിയത്തില്ല, ഗവൺമെൻറ്റിന് അത് ഉണ്ടാകണമെന്നില്ല. അതാണ് ഇപ്പോഴും പിന്നെ കേസ് കൊണ്ട് നടക്കുന്നത്. ആ സത്യസന്ധതയ്ക്ക് വേണ്ടിയാണ് ഇവർ പറയുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തിലെ സ്പിരിച്വാലിറ്റിയും റിലിജിയനും കൂടെ ഒരുമിച്ച് ചേരണം, സത്യസന്ധമായ സമീപനം ഉണ്ടാക്കണമെന്ന് ഇവർ പറയുന്നു. അല്ല, മതമല്ല ആത്മീയത, മതമല്ല ആത്മീയത എന്ന് പറയുമ്പോൾ ആദ്യം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഗൗതം എന്താണ് എന്നുള്ളത് ഗൗതത്തിൻ്റെ അറിവാണ്. ആ അറിവ് തേടുകയാണ്, ഞാൻ ആരാണെന്നുള്ള അറിവ് തേടുകയാണ്. മറ്റേത് അങ്ങനെയല്ല. ആകാശിനെ അപ്പുറം ആകാശിനെയോ രാജ്മോഹനെ വേണ്ടത് രാജ്മോഹനെ പോലെ ആകണം. റിലീജിയൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ ഇതായി. സ്പിരിച്വാലിറ്റി വ്യക്തിക്ക് സത്യം കണ്ടെത്താനുള്ള മാർഗം കൂടെയാണ്. മറ്റേത് മറ്റുള്ളവനെ നോക്കണം, അവൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവൻ ഏത് കടയിലാണ് പോകുന്നത്, അവൻ ഏത് ഷർട്ടാണ് ഇടുന്നത്, അവൻ്റെ ഡ്രസ്സ് പാൻറ്റാണോ ഷർട്ടാണോ, അത് വെറും കോണവും പഴയ പോലെ പാളത്താറുമാണോ, അങ്ങനെ നൂറ് കാര്യങ്ങളുണ്ടോ സ്ത്രീകളുടെ കാര്യത്തിലെല്ലാം. അപ്പോൾ ആ കാഴ്ചപ്പാടിന് പകരം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ശരിക്ക് വേണ്ടിയുള്ള എൻ്റെ അന്വേഷണം. അത് നിങ്ങൾക്കും അങ്ങനെ അന്വേഷിക്കാം. അതാണ് സ്പിരിച്വാലിറ്റിയുടെ വ്യത്യാസം. ഈ ഗീതാഞ്ജലി വാങ്മേ തുടരുന്നു, അവര് കോട്ട് ചെയ്യുന്നു അരബിന്ദോ ഘോഷിനെ. എന്നിട്ട് അവർ പറയുന്നു, ഇന്ത്യ ഉണരുക അല്ലെങ്കിൽ ഇന്ത്യ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സനാതന ധർമ്മത്തിന്റെ വളർച്ചയാണ്, സനാതന ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ വളരേണ്ടത് എന്ന് പോലും അവർ പറഞ്ഞു കളഞ്ഞു. ഇന്ത്യൻ സിവിലൈസേഷന്റെ, ഇന്ത്യൻ സംസ്കാരത്തിന്റെ അടിത്തട്ട് എന്ന് പറയുന്നത് സനാതന ധർമ്മമാണ്. അതൊരു വളരെ സങ്കുചിതമായിട്ടുള്ള ഒരു മതപരമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സെൻസിലല്ല നമ്മളതിനെ കാണേണ്ടത്. അതിനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കുത്തകവൽക്കരിക്കാൻ പറ്റില്ല. ഞാൻ ഇടപെട്ടോട്ടെ? തീർച്ചയായിട്ടും. ഞാൻ സനാതനിയാന്ന് പറയല്ല, സനാതനം ഫോളോ ചെയ്യുന്ന ആളാന്ന് പറയുകയും അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളാന്ന് പറയുകയും ഞാനൊരു ഹിന്ദു ആണെന്നോട് ഒരുമിച്ച് പറയാൻ പറ്റില്ല. എല്ലാ ഹിന്ദുക്കൾക്കും സനാതനധർമ്മിയാകാൻ പറ്റിയല്ല, എല്ലാ സനാതനധർമ്മികൾക്കും ഹിന്ദു ആകാനും പറ്റിയല്ല. അതാണ് വ്യത്യാസം. ഇതിനെ ലെഫ്റ്റ് വിങ് ഇടത് വിദ്യാർത്ഥി പ്രസ്ഥാനം ASF ഒക്കെ അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യണം. ഇല്ലാത്തൊരു പ്രസ്ഥാനമാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിലില്ല, കേരളത്തിൽ ഇന്ത്യയിലില്ല. പക്ഷെ അവര് ഇതിന്റെ ഈ പ്രതിഷേധത്തിന്റെ വലിയൊരു ഭാഗമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ പത്രക്കാരുള്ളപ്പോൾ അവർ എവിടെയെങ്കിലും കയറുന്ന അവരുടെ ഫോട്ടോ വരും, അവരാണ് ഇതെല്ലാം ചെയ്യുന്നവർ. അവര് പറയുന്നത് ഇതാണ്, ഇതിനെ വിമർശിച്ചുകൊണ്ട് BR അംബേദ്കറിന്റെ ആശയങ്ങളെ മറന്നുകൊണ്ട് സനാതന ധർമ്മത്തെ ഇൻവോക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇന്ത്യയുടെ ഒരു വിവേചനം അടിസ്ഥാനപരമായിട്ട് നിലനിൽക്കുന്നത് ജാതി വ്യവസ്ഥയിലാണ്. അപ്പൊ ആ ജാതി വ്യവസ്ഥ ഇല്ലാതാകണം. അതിന് നമ്മൾ തുല്യതയുടെ ആശയങ്ങൾ മുമ്പോട്ട് വെക്കണം. അല്ലാതെ സനാതനധർമ്മം എന്ന് പറയുമ്പോൾ സനാതനധർമ്മം വൈറസാണ്, അതിനെ ഇല്ലാതാക്കണം എന്നാണ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത്. അത് ചാതുർവർണ്ണ്യത്തെ ഒക്കെ അത് മുമ്പോട്ട് വയ്ക്കുന്നു. അപ്പൊ ആശയം ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറയുന്ന അതിന്റെ ഒരു അർത്ഥത്തിലാണ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത്. ഒരു ചെറിയ ഇടയ്ക്കിടയ്ക്ക് ഇന്റർഫിയർ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, പറഞ്ഞോളൂ. അതായത് ചാതുർവർണ്ണ്യത്തിന്റെ കാര്യം പറയുന്നു. ചാതുർവർണ്ണ്യം ഇവിടെ നിലനിൽക്കാൻ തുടങ്ങിയിട്ട് എല്ലാ പുസ്തകങ്ങൾ, ആശയങ്ങൾ, മനുസ്മൃതി തുടങ്ങിയ കാര്യങ്ങൾ എത്ര കാലം രാജ്യത്തിൽ, എത്ര നൂറ്റാണ്ടായിട്ട്, എത്ര തലമുറയായിട്ട് രാജ്യത്തുണ്ട് നിലനിൽക്കുന്നു. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും. മറിച്ച് ഏറ്റവും സയൻറ്റിഫിക്കാന്ന് പറഞ്ഞാൽ, ഏറ്റവും മോഡേണാന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് തന്നെ അവിടെ നടക്കുന്നു. ഏതിനാ താത്വികമായി നിലനിൽപ്പുണ്ടായി, ഏതിനാ ബുദ്ധിപരമായി നിലനിൽപ്പുണ്ട്, ഭൗതികമായി നിലനിൽക്കുന്ന ഏതാ? എന്തുകൊണ്ട് ഇതിൻ്റെ അകത്ത് കുഴപ്പങ്ങളെ പറ്റി പറയാം. മറ്റേ ഈ ഇവിടെ ഉണ്ടായിരുന്ന സിസ്റ്റം മോശമാണെന്ന് പറയാൻ പറ്റിയില്ല. ഇതിന് പകരം വയ്ക്കാൻ പറ്റുന്ന സിസ്റ്റം ഏതാ ഉള്ളത്? ചൈനയിൽ പിള്ളേരുടെ മേൽ ടാങ്ക് കയറ്റിയ സിസ്റ്റം വേണോ? നിങ്ങൾ പറ. ചൈനയിൽ പിള്ളേരുടെ കാര്യം, അല്ല കഞ്ചാവ് വെച്ചിട്ടുണ്ടെങ്കിൽ ചെകുവരുടെ സിസ്റ്റം വേണോ? ഏത് സിസ്റ്റം ഇവിടെ വേണ്ടേ പകരം വയ്ക്കാനുള്ള? അതുകൂടെ പറയണം. ഇത് മോശമെന്ന് പറഞ്ഞോ നിങ്ങൾ. സനാതനധർമ്മം അല്ല ഹൈന്ദവ സംസ്കാരം മോശമെന്നൊക്കെ പറയാം. മറിച്ച് അപ്പുറത്ത് നല്ല ധർമ്മത്തിനോട് കാണിക്കണം. യേശു ക്രിസ്തുവിനെ നമുക്ക് കാണിക്കാൻ പറ്റും ഇല്ലേ? ഇവിടെ ഇപ്പുറത്ത് ആരെയാണ് കാണിക്കാനുള്ളത്? മനുഷ്യൻ്റെ ചോര കൊണ്ട് മാത്രം സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തത്വശാസ്ത്രത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിന് ഇതിനെപ്പറ്റി പറയാൻ പറ്റില്ല. അതാ ഞാൻ പറയാം. ASF റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. അതെ, സംശയം വേണ്ട. റഷ്യയെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നു, സ്റ്റാലിനെ ആരാധിക്കുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ ഒരു മനുഷ്യൻ്റെ മനുഷ്യത്വം എന്ന് പറയുന്നത് ജനങ്ങളെ ദ്രോഹിച്ചവൻ, കൊലയ്ക്ക് കൊടുത്തവർ, അവരാരാണെങ്കിലും അവർ ഈ നമ്മുടെ പരിധിക്ക് അപ്പുറമാണ്. അത് സനാതനധർമ്മത്തിനപ്പുറമാണ്, യേശുക്രിസ്തുവിനപ്പുറമാണ്, ഖുർആനും അപ്പുറമാണ്. എന്നിട്ട് അവർ പറയുന്നു, ASF പറയുന്നു, India's civilizational strength lies in its struggles for equality,
നോട്ട് ഇൻ റൊമാൻറ്റിസൈസിങ് ഒപ്രസീവ് സ്ട്രക്ചേഴ്സ്, അതായത് തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം അതിലാണ്. പക്ഷെ അത് ഒരു കാര്യം അതോടെ പറഞ്ഞിട്ട് പോയി ഏതൊക്കെ എവിടെയൊക്കെ ഇവർ നടത്തുന്നതെന്ന് പറ. തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ഇന്ത്യൻ സിവിലൈസേഷൻ നിലനിൽക്കുന്നത്, അല്ലാതെ ഈ ഒപ്രസീവ് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഈ സനാതനധർമ്മം, ജാതി വ്യവസ്ഥ ഇതിനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നതിലല്ല, കാൽപ്പനികവൽക്കരിക്കുന്നതിലല്ല എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അവരെന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് തുല്യതയാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് ഭക്തി സെയിൻസ്, ഭക്തി പ്രസ്ഥാനത്തിന്റെ വലിയ നേതാക്കളായിട്ടുള്ള കബീർ ദാസ്, അതേപോലെ രവിദാസ്, തുക്കാറാം, അതുപോലെ കുറേയധികം ആളുകളുണ്ട്. ഇപ്പം ദയാനന്ദ സരസ്വതി, ദയാനന്ദ സരസ്വതി ഒക്കെ ഉണ്ട്. അതെ, ആര്യ സമാജം സ്ഥാപിച്ച ആളാണ് എന്താണ് ദയാനന്ദ സരസ്വതി. ഈ നമ്മളെ വിഗ്രഹാരാധനക്കെതിരെ നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പം ഭക്തി പ്രസ്ഥാനങ്ങൾ എന്താണ് ജാതി വ്യവസ്ഥക്കെതിരെ പോരാട്ടിട്ട് നമ്മളെ കേരളത്തില് ശ്രീനാരായണ ഗുരു ഒരു വലിയ എവിടെയും മണ്ടന്മാരെ നിങ്ങളല്ലേ വിളിക്കുന്നത്, ഇത് പറഞ്ഞിരിക്കുന്നവനെ ഇത് ഇങ്ങനെ പോരെന്ന് ചോദിക്കുന്നു. ഇതൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത, ഈ സംസ്കാരത്തിൻ്റെ പ്രത്യേകത. ഭക്തി പ്രസ്ഥാനമുണ്ട്, ആര്യ സമാജമുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സമൂഹമാണ് ഇന്ത്യ. അങ്ങനെയല്ല, പലതിനെയും കൂടെ സ്നേഹിക്കുന്നവരാണ് ഇന്ത്യ ഇന്നിങ്ങനെ നിലനിൽക്കുന്നത്. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയല്ല പല രാജ്യങ്ങളും ഛിന്ന ഭിന്നമായി പോയി. തൊട്ടടുത്ത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എത്ര പ്രാവശ്യമായി വിപ്ലവവും കൊലപാതകവും എല്ലാം എന്താ കേൾക്കാനുള്ള വാർത്ത? ഒരു ഭരണാധികാരിയെ മറന്ന് പിറ്റേ ദിവസം കൊന്നിടും. ഇന്ത്യയിൽ ഒരു പ്രാവശ്യം ഉണ്ടായുള്ളൂ, ഏതാ ഇന്ദിരാഗാന്ധിയുടെ മരണം. വേറെ ഏതാ ഉണ്ടായി? പിന്നെ ആദ്യം തുടക്കത്തിൽ ഒരു ഒറ്റ മഹാത്മാഗാന്ധി ഒന്നുള്ളൂ. പിന്നെ പൊളിറ്റിക്കൽ കലാപുണ്ടോ? ഇവിടെ എവിടെയാണ് ജാതികൾ തമ്മിൽ സംഘടനത്തിൽ ഏർപ്പെടുന്നത്? വല്ല കല്യാണ പ്രശ്നം വരുമ്പോൾ ഉണ്ടാവും. കല്യാണം ജാതി മാറി കല്യാണം കഴിക്കുമ്പോൾ അത് എല്ലാ സമൂഹങ്ങളും, ഇസ്ലാമിൽ നിന്ന് മാറി കല്യാണം കഴിച്ചാലും ക്രിസ്തുമതത്തിൽ നിന്ന് മാറി കല്യാണം കഴിച്ചാലും സ്വന്തം മതത്തിനും ജാതിക്കും പുറത്ത് കല്യാണം കഴിക്കുന്നവൻ ഒരു കുറേ പേരുടെയെങ്കിലും ശത്രുവായിരിക്കും. അതൊരു കോമൺ പ്രാക്ടീസാണ്, ലോകം മുഴുവനുള്ളതാണത്. അമേരിക്കക്കാർ എത്ര പേര് ഹിന്ദുക്കളെ നീഗ്രോകളെ കല്യാണം കഴിച്ചിട്ടുണ്ട് പറയാവുന്ന? മതേതരത്തെ ഏറ്റവും വലിയ രാജ്യമാണത്. നീഗ്രോകളെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഇവിടെ വന്ന് വിപ്ലവം പറയും ഇവിടെ ജാതിയാണ്. അവിടെയോ? അവിടെ എന്ന് വെച്ചാൽ ഇത്തരം എല്ലാ രാജ്യങ്ങളിലും ഉണ്ടെന്ന് ഇത്. അപ്പം നമുക്ക് നമ്മളോട് തന്നെ പുച്ഛം തോന്നത്തക്ക പ്രചരണം നടത്തുന്നതിന് ആരെ പുകഴ്ത്താനാ? പകരം കൂടെ പറയണവർ ഇവിടെ ഇത് മോശമാണ്, ഇന്നടത്ത് നല്ലതുണ്ട്, ഒരു മോഡൽ പറയാം. ഇപ്പം കമ്മ്യൂണിസം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടൊരു മതമാണ്. അല്ല, കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ ശിഥിലീകരിച്ചു കൊണ്ടിരിക്കാൻ ജീർണിച്ച മതം. അതായത് അവരുടെ ഒരു ഐഡിയോളജി ഒന്ന് ഒപ്രസ്ഡും ഒപ്രസീവും, ഈ രണ്ട് ഇതിൽ മാത്രം നിന്നുകൊണ്ട് ചിന്ത രൂപപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് മാത്രം ചിന്തിക്കാൻ പറ്റുന്ന ഒരു വ്യവസ്ഥയാണല്ലോ. അല്ല, ഒപ്രസിഡന്റിന് അല്ലെങ്കിൽ ഉള്ളവനും ഇല്ലാത്തവനും, തനി മലയാളത്തിൽ ഉള്ളവനും ഇല്ലാത്തവനും നമ്മളെ സമരം. ഈ ഇല്ലാത്തവൻ എന്നും എല്ലാ കാലത്തും ഉള്ളവനായി കഴിഞ്ഞാൽ സ്ഥിതി എന്നാ. ഇല്ലാത്തവർ കുറേ പേരെങ്കിലും ഉള്ളവനാകണ്ടേ? അത് ഇവരുടെ ആയുഷ്കാലം ഇല്ലാത്തവനായിട്ട് തന്നെ തുടർന്നാണോ പറയുന്നത്? ഇപ്പം ഇത്രയും കൊല്ലം കൊണ്ട് എത്രയോ കോടി ഇല്ലാത്തവരുള്ളവനായി കാണും. കുറച്ച് പേരെ തുച്ഛ ആൾക്കാരെ കാണുള്ളൂ. അവരെവിടെയുള്ളൂ? അവരെ സംരക്ഷിക്കാൻ സാധിക്കില്ലേ? അപ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സമരം എന്ന് പറയുന്നത് ഒരിക്കലും തീരാത്ത സമരമാണ്. അർത്ഥം തന്നെ ഇതാണ് സമൂഹം എന്ന് പറഞ്ഞ അർത്ഥം തന്നെ. അപ്പോൾ ഇല്ലാത്തവനെ ഒന്നും കിട്ടുന്നില്ല, അവൻ്റെ കയ്യിലുള്ളത് ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുക. അതാണ് നടക്കുന്നത് ഇവിടെ. ഞാനൊരു മാർക്സിസ്റ്റ് ഇതുവരെ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഞാനൊരു മാർക്സിസ്റ്റ് ഇതുവരെ ആയിട്ടില്ല എന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാർക്സിസ്റ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ലാത്തൊരു സാധനം ആകാൻ പറ്റുമോ? അല്ല, ഞാൻ ഒരു സാധനം ആകാൻ പറ്റുമോ? അദ്ദേഹത്തിന് പോലും അറിയാം, അദ്ദേഹത്തിന് അറിയാം, പക്ഷെ അടിമകൾക്ക് അറിയില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞ് വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടെന്നേ. ഇല്ലാത്തൊരു സാധനം എനിക്ക് ആകാൻ പറ്റുമോ? ഇവിടെയുള്ള ഈ AISF-നും അതേപോലെ SFI പിന്നെ കുറേ അധികം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ മാർക്സിന് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് ധൈര്യസമേതം പറയാൻ ഇവർക്ക് പറ്റുമോ? ഇപ്പൊ പിണറായി വിജയന് തെറ്റ് പറ്റിയെന്ന് പറയാൻ പറ്റുന്നില്ല. ഇതാണ് മതത്തിന്റെ ഇതാണ് ഈ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. ആ ഫ്രെയിം വർക്കിന്റെ അകത്ത് നിന്ന് മാത്രമേ ഈ മതവാദികൾക്ക് കളിക്കാൻ പറ്റുള്ളൂ. ആ ഫ്രെയിം വർക്കിനെ പൊട്ടിക്കാൻ ഇവർക്ക് പറ്റില്ല എന്നുള്ളതാണ്. അവിടെയാണ് മതവും ആത്മീയതയും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. ആത്മീയതയുടെ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ ഫ്രെയിം വർക്ക് അല്ല. അപ്പോൾ ആ ചെറുതല്ലാത്ത ഫ്രെയിം വർക്കിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മതത്തിനാൽ നിർണയിക്കപ്പെടുന്നതല്ലാതെ ആത്മീയതയാൽ നിർണയിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയം വരണമെന്നാണ് ഈ ഗീതാഞ്ജലി വാങ്മേ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ കഴിഞ്ഞ ദിവസം മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന പോസ്റ്റ് നടത്തി. അവർ പറഞ്ഞത്, ഞങ്ങളിങ്ങനെ കോൺഗ്രസ്സുകാരെ വിമർശിച്ചപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ നിരാഹാരം ഇരിക്കുന്നതിൽ ആത്മാർത്ഥതയില്ല എന്ന് പറയുമ്പോൾ
എങ്ങനെയാണോ തുടക്കകാലത്ത് അതായത് നമ്മൾ ഈ സമരത്തിന്റെ ഭാഗമായി നിന്നപ്പം BJP-ക്കാർ നമ്മളെ ചൈനാചാരന്മാര്, ഫോറിൻ ഫണ്ടഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് വിമർശിച്ചത്, സമാനമായ രീതിയിൽ കോൺഗ്രസ്സുകാരും നമ്മളെ സംഘികളാക്കി, RSSകാരാക്കി, BJP-ക്കാരാക്കി. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഡിഫറെൻറ്റ് ഫ്ലാഗ്സ് സെയിം പ്ലേ ബുക്ക്. ഫ്ലാഗുകൾ വ്യത്യസ്തമായിരിക്കും, പക്ഷെ നിങ്ങളുടെ കളിയും രാഷ്ട്രീയത്തിനൊക്കെ ഒരു മാറ്റവുമില്ല, ഒരേ പരിപാടിയാണ്. ഈ വിഷം നിറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രീയം മാറേണ്ടതുണ്ട് എന്നാണ് അവർ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞത്. ഉറപ്പായിട്ടും അതിന്റെ അവസാനം അവർ കുറിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് ഇത് കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ട്രൂത്തിന്, സത്യത്തിന് പ്രാധാന്യം നൽകുക, ട്രൈബൽ ലോയലിറ്റിക്കല്ല. അത് സത്യമേവ ജയതേ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് പലയിടത്തും. പക്ഷേ അതിന് അതിൻ്റെ പുറകെ പോകുന്നില്ല. ഇവിടെ PSC ടെസ്റ്റ് നടക്കുമ്പോഴും ഡൽഹിയിൽ എൻട്രൻസ് ടെസ്റ്റ് നടക്കുമ്പോഴും ഒരേ തരത്തിൽ കള്ളത്തരം കാണിക്കുകയാണ്. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് നിയമിക്കുന്നതിലും കള്ളത്തരം കാണിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ എല്ലാം PSC-യുടെ ഒക്കെ മുകളിൽ കാണും സത്യമേവ ജയതേ. എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ? പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. ഇവിടെ CJP ഇതുവരെ കാണിച്ചിരിക്കുന്ന ഒരു സമരത്തിൻ്റെ ഗുണം എന്ന് പറയാൻ, ഒന്ന്, അവർ അക്രമത്തിന് പോയിട്ടില്ല, ആരെയും ഉപദ്രവിച്ച് തല്ലിക്കൊല്ലാൻ പോയിട്ടില്ല. എന്നാൽ നാളെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി അവിടെ തീയിട്ടേക്കാമെന്ന് വിചാരിച്ചോ? അല്ല അവിടെ വളർത്തുന്ന പട്ടിക്കുഞ്ഞിനെയോ പാമ്പിനെയോ കൊല്ലാമെന്ന് വിചാരിച്ചോ? ഇവരാണെങ്കിലും ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഹിംസയുടെ രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ സത്യത്തിനൊരു വിലയുണ്ട്. ആ വിലയാണ് ആര് ഉയർത്തിപ്പിടിച്ചത്? CJP ഉയർത്തിപ്പിടിച്ചത്. അതുകൊണ്ട് അവരെ പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റില്ല. ഇവരുടെ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇവരെ കൊണ്ടുവരാൻ നോക്കും. ഞങ്ങളുടെ കൂടെ കൂടിയോ, നിങ്ങൾ ഒരുമിച്ചാ എന്ന് കോൺഗ്രസ് പറയും, CPM പറയും, നാളെ BJP പറയും. എപ്പോൾ കൂടാൻ തീരുമാനിക്കുന്നോ അപ്പോൾ തീർന്നു. ഇതാണ് RSSന്റെ രാഷ്ട്രീയം. അതുകൊണ്ട് CJP-യെ ബാക്ക് ചെയ്യുന്നത് RSS ആണ് എന്ന നെറേറ്റീവ് പോലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം പ്രചരിക്കുന്നുണ്ട്. നമ്മൾ നിർത്തുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്, എവിടെയായിരുന്നു രാഹുൽ ഗാന്ധി കുറേ നാൾ? ഇപ്പം നരേന്ദ്രമോദി ഇതേപോലെ വിദേശത്ത് പോയാൽ ഇയാൾ തെക്ക് വടക്ക് നടന്നിട്ട് ഒരു കാര്യമില്ല രാജ്യത്തിന് എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്ന ഒരുപാട് പേരുണ്ട്. അതേപോലെ അങ്ങനെയുള്ള കുറേ 2 മാസമാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വിദേശത്ത്. ഒരാൾക്കും ചോദിക്കാനില്ല എവിടെയായിരുന്നു പ്രതിപക്ഷ നേതാവ് 2 മാസം, ആരെയാണ് ഇദ്ദേഹം കണ്ടത്, ഏത് വിമാനത്തിലാണ് പോയത്, അതൊന്നും ചോദിക്കുന്നില്ല. എവിടെയായിരുന്നു രാഹുൽ ഗാന്ധി 2 മാസം? ഇപ്പം നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്. രാജ്യം കത്തിയെരിയുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു രാഹുൽ ഗാന്ധി എന്ന് ചോദിച്ചൂടെ? ഏതെങ്കിലും വനാന്തരങ്ങളിൽ ഒരു തപസ്സിന് പോയിരുന്നാണെങ്കിൽ കൊല്ലം പറയാൻ പറ്റുമോ? സത്യം അന്വേഷിച്ച് പോയവരെല്ലാം ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. എവിടെയെങ്കിലും പോയിരുന്നിട്ടാണ് സത്യമായിട്ട് തപസ് ചെയ്യാൻ പോയതായിരിക്കും. ബോധോദയം ഉണ്ടാകാൻ പോയതെന്ന് വിചാരിച്ചാൽ മതി.